ഞാൻ ഉച്ചയിലിട്ട് നേരം പോയിട്ട് ഫോണില് നിയറസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസ് ആയിരുന്നു ഗൂഗിളിൽ അടിച്ചു നോക്കി. നേരെ വന്ന് വടക്കാഞ്ചേരി ചാത്തഞ്ചിറാന്ന്. ഒന്നും നോക്കില്ല, വണ്ടി എടുത്ത് വിട്ടു. ഞാൻ എത്തിയിട്ട സ്ഥലത്ത് കേരള സർക്കാരിന്റെ ബോർഡൊക്കെ ഉണ്ട് ഇവിടെ. ഇതാണ്ട് ഇതിന്റെ ഉള്ളിലേക്കൊരു വഴി, ഫുള്ള് കാട്. കാടിന് നടുക്കൂടെ ചെറിയൊരു വഴി. ഈ ആൾക്കാർ വഴി വെട്ടിയിട്ടത്, അല്ലാണ്ട് ഇവിടെ വഴിയായിട്ടുള്ളതല്ലാട്ടോ ഇവിടെ. ഇതാട്ടെ വെള്ളത്തേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പ്. നീന്തറിയാത്ത ആൾക്കാരൊക്കെ ഇവിടെ ഇറങ്ങാം. നീന്തറിയണവർക്ക് കുഴപ്പമൊന്നുമില്ല. ഇവിടെ അടിപൊളിട്ടാ, കാടിന് നടുക്കിലൊരു തടാകം. അടിപൊളി ഇറങ്ങി. ഈവനിങ് വരികയാണെങ്കിൽ സമയം പോകണമെന്ന് അറിയില്ല. ഇവിടെ മഴക്കാലത്ത് വരികട്ടെ നല്ലത്. കുളിക്കാനൊക്കെ നല്ല രസം ഇവിടെ. ഇവിടെ ആൾത്താമസമൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ ആടിന് വെച്ചിട്ട് ഒരു ചേച്ചി മേലെ കയറി പോകണണ്ട. കണ്ടാ, എവിടെ നോക്കിയാലും കാടാ. ഗംഭീര കാടാട്ടോ ഇവിടെ. ഇവിടെ എനിക്ക് തോന്നുന്നത് ആനൊക്കെ ഉണ്ടാവട്ടെ ഇവിടെ. ചെറിയ വഴി കൂടെ പോയപ്പോൾ വലിയൊരു വഴിയിലെത്തിയിട്ട് അപ്പം ഞാൻ അങ്ങോട്ട് പോയി നോക്കിയത് ഒരു കൗതുകത്തിന്. കാടാണ്, പേടിയൊക്കെ ഉണ്ട്. എന്ത് വന്നാലും നേരിടും. ഓട്ടത്തിന് ഞാൻ ഉസൈൻ ബോൾട്ടായതുകൊണ്ട് കുഴപ്പമില്ല. ഈ വഴി എത്തിച്ചേർന്ന വീടുകളിലേക്ക് കേട്ടാ. വീടുകളിലേക്ക് യഥാർത്ഥ വഴി ഇവിടെ ഒന്നല്ല കേട്ടാ, വേറെ വഴിയാണ് വരണത്. ഇത് കാടിന്റെ ഉള്ളിൽ നിന്നുള്ള വഴി കേട്ടാ. വരികയാണെങ്കിൽ ഈവനിങ് ഒക്കെ വരണട്ടോ ഇവിടെ. കണ്ടാ, മരത്തിന്റെ അടിയിലൊക്കെ വന്നിരിക്കാനുള്ള അടിപൊളി സെറ്റപ്പ് ഉണ്ട് ഇവിടെ. ഇവിടെ ആനക്കുട്ടന്മാരുണ്ടാവും വഴിയുണ്ട് കേട്ടോ. കാരണം ഇവർക്ക് വെള്ളം കുടിച്ചിട്ട് ആരും ശല്യം ഇല്ലാണ്ട് മേലേക്ക് കയറി പോകാനുള്ള ഒരു വഴിയുണ്ട് ഇവിടെ. ഞാൻ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഫാമിലി ആയിട്ട് ഒരു കൂട്ടർ വരുന്നുട്ടാ. ഇവിടേക്ക് കൂട്ടുകാരൊക്കെ ആയിട്ട് വൈകുന്നേരം ആയിട്ടാ. അടിപൊളി സ്ഥലട്ടാ. വടക്കാഞ്ചേരി ചാത്തഞ്ചിറ അടിച്ചാൽ ഗൂഗിളിൽ കിട്ടൂട്ടാ. എവിടെ പോയാലും കൊത്തുപണികളുടെ ആശാമാരുണ്ടാവല്ലോ. ഇവിടെയും ചെറിയ ആശാമാര് ഇങ്ങനെ കൊത്തുപണികളൊക്കെ ചെയ്ത് വെച്ചിട്ടാ. മരം കണ്ടപ്പോൾ ഞണ്ടാൻ തോന്നി, ഞണ്ടി. വേറെ ഒന്നും വിചാരിക്കണ്ട. ഈ ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ടെനിക്ക് മുട്ടിയിട്ടാ നിൽക്കണ്ട ഇറങ്ങാൻ. ഞാൻ ഒന്നും നോക്കിയില്ല, തല അങ്ങോട്ട് നനയ്ക്കാന്നാ വിചാരിച്ചു. എല്ലാവരും